എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് മുരിങ്ങയ്ക്കയും മാങ്ങയും ഇട്ട് ഒരു അവിയലുണ്ടാക്കാം. അപ്പോൾ അതിന് ഈ മാങ്ങയും മുരിങ്ങയ്ക്കയും ചെത്തി കഴുകി അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇത് നമ്മുടെ വീട്ടിലെ നാടൻ മുരിങ്ങയ്ക്ക. ഇതിലേക്ക് ഒരു 3-4 കഷ്ണം ചെറിയ ഉള്ളി അരിഞ്ഞിടാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം. മുരിങ്ങയ്ക്ക അരിഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ചട്ടിയിലേക്ക് ഇടാം. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. അവിയലിൻ്റെ അതേ ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. ജീരകം, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. അത് ആവശ്യമെങ്കിൽ മാത്രം. മഞ്ഞൾപ്പൊടി ചേർത്താണ് വേവിച്ചിട്ടുള്ളത്, ഉപ്പും. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഇടേണ്ടത്. ഇതൊന്ന് ചതച്ചെടുക്കാം. ഞാനൊരു 5 മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. അതിന് ഒരു മുറി തേങ്ങ, ഒരു ഇടത്തരം തേങ്ങ മുറി. പിന്നെ ഒരു ചെറിയ മാങ്ങ, ഒത്തിരി പുളിയാകരുത്, ചെറിയ മാങ്ങ. ചെറിയ മാങ്ങ ഇല്ലെങ്കിൽ തൈര് ചേർത്താലും മതിയാകും. അപ്പോൾ നമുക്കത് ചതച്ചെടുക്കാം. മുരിങ്ങയ്ക്ക വെന്തിട്ടുണ്ട്. ഇനി മാങ്ങ ചേർത്ത് കൊടുക്കാം. മുരിങ്ങയ്ക്ക ഒരു പകുതി വേവാകുമ്പോൾ മാത്രമേ മാങ്ങ ഇടാവുള്ളൂ, അല്ലെങ്കിൽ അത് വെന്ത് പോകും. മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ചതച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കണം. നമ്മൾ ആദ്യം തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇനി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക.